ഫാൽക്കെ അവാർഡ് ഇവരുടെ ഈ പറയുന്ന അടിമയെ പോലെ നിൽക്കുന്നത് കൊണ്ട് തന്നെയും മോഹൻലാലിന് അവർ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോഴും മോഹൻലാൽ അത് മേടിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് മോഹൻലാൽ പോകുന്നു. പരമോന്നത ബഹുമതിയായിട്ടുള്ള ഈ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡാണല്ലോ കിട്ടിയത്. അപ്പോൾ മോഹൻലാൽ അതിയായ സന്തോഷത്തിൽ തന്നെയാണ്. അത് അർഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടുക തന്നെ വേണം. എന്നാൽ സംഘികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന, അവരുടെ കാലിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാളായി മാറിയത് കൊണ്ടല്ലേ ഇത് ഈ പറയുന്ന മോഹൻലാലിന് ഇത് കിട്ടിയത്. അങ്ങനെ നിൽക്കാത്തത് കൊണ്ടല്ലേ മമ്മൂട്ടിയും ദുൽഖർ സൽമാനെയും ഒക്കെ ഇവർ എതിർക്കുന്നത്. അവർ മാത്രമല്ല, വേടനെ ഇവർ എതിർക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ വിഷയം പറയുമ്പോൾ നമുക്ക് മമ്മൂട്ടിയുടെ മതം വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കേണ്ടി വരും. കാരണം മമ്മൂട്ടിയുടെ മതം തന്നെയാണ് ഇവരുടെ പ്രശ്നം. ഒരു മുസൽമാനായിട്ടുള്ള ഒരാൾ ഹിന്ദു രാഷ്ട്രമായിട്ടുള്ള കേരളത്തിൽ, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഉള്ളപ്പോൾ, ഈ സംഘികൾ ഇവിടെ ഉള്ളപ്പോൾ അവിടേക്ക് ഒരാൾ വരണ്ട. ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചിറക് വെട്ടി ഇങ്ങ് താഴെയിടും. ജഡായുവിനെ എങ്ങനെയാണോ വെട്ടിയിട്ടത് എന്ന് പറയുന്നത് പോലെ ആ വളർന്നു വരുന്ന ചിറക് ഞങ്ങൾ വെട്ടിക്കളയും. അങ്ങനെ വെട്ടിക്കളയുന്നതിന് വേണ്ടിയിട്ടാണ് പല വിഷയങ്ങളും കൊണ്ടുവരുന്നത്. പെണ്ണ് വിഷയം മാത്രം കൊണ്ടുവന്നില്ല. കാരണം മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ, അത് നടനായിക്കോട്ടെ